എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാഹുൽ. ഫൈവ് ടെക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു ദിവസം കമ്പ്യൂട്ടർ ഇല്ലാതെ ചിന്തിക്കാനാകുമോ? ജോലി, പഠനം, ഓൺലൈൻ ഷോപ്പിംഗ്, ഗെയിമിംഗ്, എന്തിന് സിനിമ കാണൽ പോലും ഇന്ന് കമ്പ്യൂട്ടറിൽ തന്നെയല്ലേ? കമ്പ്യൂട്ടർ എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് നോക്കിയാലോ? വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? ഡാറ്റ സ്വീകരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും സംഭരിക്കുകയും ഫലം നൽകുകയും ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഇൻപുട്ട് ഡാറ്റ നൽകൽ, പ്രോസസ്സിംഗ് ഡാറ്റ പ്രവർത്തനക്ഷമമാക്കൽ, സ്റ്റോറേജ് ഡാറ്റ സൂക്ഷിക്കൽ, ഔട്ട്പുട്ട് ഫലം ലഭ്യമാക്കൽ. ഇൻപുട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ നൽകുന്നതിനെ ഇൻപുട്ട് എന്ന് പറയുന്നു. കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നതും മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുന്നതും അതുപോലെ ഒരു സ്കാനർ ഉപയോഗിച്ച് ചിത്രം സ്കാൻ ചെയ്യുന്നതുമെല്ലാം ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തതായി പ്രോസസ്സിംഗ് എന്താണെന്ന് നോക്കിയാലോ? CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. ഇത് നമ്മൾ നൽകുന്ന ഇൻപുട്ട് ഡാറ്റ വിശകലനം ചെയ്യുകയും നമ്മുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നു. ഇതുകൊണ്ടാണ് കമ്പ്യൂട്ടറിന് ഒരു ഗണിത പ്രശ്നം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാനും ഒരു വീഡിയോ പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ ഗെയിം പ്രവർത്തിപ്പിക്കാനും കഴിയുന്നത്. സ്റ്റോറേജ് പ്രോസസ്സ് ചെയ്ത ഡാറ്റ താൽക്കാലികമായി റാമിലോ സ്ഥിരമായി ഹാർഡ് ഡിസ്കിലോ SSDയിലോ സംഭരിക്കുന്നതിനെയാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. റാമിൽ ചില സമയത്തേക്ക് മാത്രമേ നമുക്ക് ഡാറ്റ സൂക്ഷിക്കാനാവൂ. പക്ഷേ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD എന്നിവയിൽ നമുക്ക് ആവശ്യമുള്ളത് വരെ ഡാറ്റ സൂക്ഷിക്കാനാകും. പ്രോസസ്സിംഗ് കഴിഞ്ഞ ശേഷം കമ്പ്യൂട്ടർ ഫലങ്ങൾ തിരിച്ചു നൽകുന്നതിന് ഔട്ട്പുട്ട് എന്ന് പറയും. മോണിറ്ററിൽ ഒരു ടെക്സ്റ്റ് കാണിക്കുന്നതും പ്രിൻ്റർ ഉപയോഗിച്ച് പ്രിൻ്റ് എടുക്കുന്നതും സ്പീക്കറിൽ ശബ്ദം വരുന്നതും ഇവയെല്ലാം ഔട്ട്പുട്ടിന് ഉദാഹരണങ്ങളാണ്. ഒരു പ്രധാന പ്രവർത്തനം കൂടിയുണ്ട്, കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റാണ് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സംഘടിപ്പിച്ച് ക്രമപ്പെടുത്തുന്നത്. ഇവയൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായോ എന്നറിയാനായി ഒരു ചോദ്യമായാലോ? നിങ്ങൾ ഒരു ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നതായി ചിന്തിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫോട്ടോ മെമ്മറി കാർഡിലേക്ക് സേവ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2, അത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3, പ്രോസസ്സ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4, നിങ്ങൾ ക്യാമറ ബട്ടൺ അമർത്തുന്നു. ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ക്രമപ്പെടുത്തി അതാത് സ്ഥാനത്തേക്ക് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ പ്രോസസ്സിംഗ് ആണോ സ്റ്റോറേജ് ആണോ എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റിലൂടെ പറയൂ. അടുത്ത വീഡിയോയിൽ കാണാം.